അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ കുഞ്ഞേമുവിൻ്റെ ചില വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ കുഞ്ഞേമു ഇങ്ങനെ പറയണേ കേൾക്കണം. അല്ലാ, എന്തോ ഒരു വാക്കുകളേക്കാരെന്നറിയാം. കുഞ്ഞേമൊന്ന് പറയട്ടെ. കുഞ്ഞേമു പറയടാ, കുരുത്തക്കേടിൻ്റെ കഥയൊക്കെ പറയട്ടെ കുഞ്ഞേമു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, കുഞ്ഞേമീനെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോടാ പറയുന്നത് കേട്ടോ. ഇവര് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ നിന്ന് ഈ രൂപത്തിൽ അധപ്പതിക്കാനുള്ള കാരണം, എടാ പൊട്ടംകോരോ, ഇവിടെ എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വ്യതിചലിച്ചിരിക്കുന്നത്? ആദർശ രംഗത്ത് എവിടെയാണ് തെറ്റിയിട്ടുള്ളത്? എന്താ പജി പറയണത്? ആദർശ രംഗത്ത് നിന്ന് പിന്മാറാനുള്ള കാരണം മഹാനരായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെയും കുരുത്തക്കേടാണ്. ഇത് ചിലപ്പോൾ നമുക്ക് അൽ ഖൗമിന് വിവരം കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ അൽ ഖൗമുക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ മറ്റേ ചങ്ങായിക്ക് ഗ്ലോബൽ ഷെയ്ഖിന് കിട്ടിയ വിവരത്തിനനുസരിച്ചിട്ടായിരിക്കും പറയുന്നത്. അത് അങ്ങനെ കേട്ടോ. ബാക്കി പറയാം. അതോടൊപ്പം മഹാന്മാരായ കൊടപ്പനക്കൽ പാണക്കാട് സാദാത്തുക്കൾ, ആ മഹാന്മാരായ സാദാത്തുക്കളെ ഇവര് വേദനിപ്പിച്ചു, പ്രയാസപ്പെടുത്തി. അതിന്റെ ഒക്കെ ക്ലിപ്പോടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ പിന്നൊരിക്കലാകാം. പിന്നൊക്കെ വെക്കല്ലേ, അങ്ങോട്ട് ഇട്ടൂടെ? എന്താണ് കുഞ്ഞേമ, അങ്ങോട്ട് ഇടേ. ആയിക്കോട്ടെ, പാണക്കാട്ടത്തെ വിട് എന്നോർമ്മപ്പെടുത്തി. ക്ലീൻ സേവ് തങ്ങള് എന്ന് മഹാന്മാരായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സാദാത്തുക്കളെ സംബന്ധിച്ച് പരിഹാസത്തോടെ, എവിടുക്കാങ്ങള് ഷേവ് ചെയ്തിട്ട് പോണ്? നേരം വെളുക്കുമ്പോ തന്നെ ഷേവ് ചെയ്യാ. എവിടുക്കാങ്ങള് ഷേവ് ചെയ്തിട്ട് പോണ്? ഞാൻ മുഷാവറക്ക് പോവാ ഷേവ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ഷേവ് തങ്ങളാണെന്നും പറഞ്ഞ് പാണക്കാട് സാദാത്തുക്കളെ തരം താഴ്ത്തി. ആ പാണക്കാട് സാദാത്തുക്കളുടെയും മഹാനരായ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും കുരുത്തക്കേടാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കുരുത്തക്കേട്. അതന്നെയാണ് കുഞ്ഞേമതെ. അതൊക്കെ പറഞ്ഞത് ആരാണ്? ക്ലീൻ ഷേവ് തങ്ങൾ, പാണക്കാട്ട തങ്ങന്മാരെ ക്ലീൻ ഷേവ് തങ്ങൾ, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും റോഡുകളിലൂടെ പരസ്യമായി പറഞ്ഞ് നടന്നത് ആരാണ്? ഒന്ന് ഇജും ഒന്ന് നൗഷാദും തന്നെയാണ്. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന രാമൻതളിയുമായിരുന്നു. പക്ഷേ നിങ്ങൾക്കതിന് ക്ലച്ച് പിടിച്ചില്ല. നിങ്ങൾക്കതിനുമായിക്കൊണ്ട് നിങ്ങളുടെ ബാക്കിൽ ആരും ഉണ്ടായില്ല. അപ്പം നിങ്ങളെന്ത് ചെയ്തു? കള്ളത്തൊരീക്കത്തിൻ്റെ ഒപ്പം കൂടി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ പറയാം, ഛർദിച്ചത് ഇങ്ങനെ കുടിച്ച അല്ലേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനരായ ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമില്ല എന്ന് കൂറ്റനാട് ഉസ്താദിനെ ചേർത്തി വെച്ച് പച്ചക്കള്ളം പറഞ്ഞ ഈ പേരോട്ടുകാരൻ മൗലവി ഇന്ന് അയാളെ സുന്നത്ത് ജമാഅത്തിന്റെ അവസ്ഥ എന്താ തിരിച്ചറിയണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇയാളെ വലയിൽപ്പെട്ട് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തി ബിദ്അത്തിലേക്ക് പോകരുത് എന്ന് മാത്രം വസിയ്യത്തായി ഓർമ്മപ്പെടുത്തി. കുഞ്ഞേമ, എനക്കൊരു വർത്താനം കേൾക്കണോ? എൻ്റെ വസിയ്യത്ത് ഞാൻ എൻ്റെ ഓളോടെ കൊണ്ടുവച്ചടാ. എനക്കല്ലേ കേൾക്കേണ്ടത്? സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കൾ മുഴുവനും പേരോട് ഉസ്താദിൻ്റെ ഒപ്പ. അത് 4 സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരും പേരോട് ഉസ്താദിൻ്റെ ഒപ്പം. എൻ്റെ അടുത്ത് വല്ല വിവരമുണ്ടോ? എവിടെ ഉള്ളത്? അത് കാന്തപുരം വിഭാഗം എന്നല്ല, ഇ.കെ. വിഭാഗം എന്നല്ല, സംസ്ഥാനക്കാരി എന്നല്ല, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മാത്രമല്ല, സുന്നി ആശയക്കാർ ആരൊക്കെയുണ്ടോ അത് മുഴുവൻ പേരോട് ഉസ്താദിൻ്റെ ഒപ്പം. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ പറയുന്നിടത്ത് സംഘടനാ വിഷയത്തിലല്ല പറഞ്ഞത് കേട്ടോ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ലോക മുസ്ലിമീങ്ങളും മുഴുവനും പേരോട് ഉസ്താദിൻ്റെ ഒപ്പാണ്. കാട്ടുകള്ളന്മാരായ നിന്നെപ്പോലത്തെ കപടന്മാർ, കുബുദ്ധികൾ മാത്രം എന്തുണ്ട്, കുറച്ച് ആളുകൾ തെറിച്ച് നിൽക്കുന്നവരുണ്ട്. ആരാണ് പേരോട് ഉസ്താദ് എന്ന് വെച്ചിട്ട്? പേരോട് ഉസ്താദിൻ്റെ ഒരു അല്പ പ്രസംഗം ഒന്ന് കേട്ടോക്കാൻ നിങ്ങൾ. അത് കേട്ടാൽ തന്നെ പടച്ചോനെ, പേരോട് ഉസ്താദിൻ്റെ ഒരു മുത്ത് സത്ത് റബ്ബേ, അതൊന്ന് കേട്ടോക്കി.
ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. റബ്ബേ, എല്ലാ മതക്കാരുമായും സൗഹാർദ്ദത്തിനും സഹകരണത്തിനുമായി മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളെ ജവാന്മാർക്കും പട്ടാളക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളെ രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാ, ലോകത്തുള്ള മുഴുവൻ നല്ലവരായ ജനങ്ങൾക്കും നിന്റെ കാവൽ നൽകണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് റബ്ബേ സമാധാനത്തിന്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അതുവരെ നിന്റെ ദീനിന്റെ ഇൽമ് നന്നായി പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണം അല്ലാ. ഇതേമാതിരിയൊക്കെ കുഞ്ഞേമതേ പറയണമെങ്കിൽ ഒരു പ്രത്യേക സുന്നത്യമായി തന്നെ വേണം. മനസ്സിലായ എനിക്ക്? മാത്രല്ല ഈ പേരോട് ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കാതെ എനിക്ക് ചാടിക്കിടക്കാൻ കഴിയൂല. ഇതെന്താ കരുതിയേ? പേരോട് ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കണമെങ്കിൽ തന്നെ എന്നെ കൊണ്ട് കഴിയൂല. എൻ്റെ ഷെയ്ഖിനൊക്കെ പറ്റൂല, എൻ്റെ ഒന്നാം ഖലീഫക്കും പറ്റൂല, രണ്ടാം ഖലീഫക്ക് അത്രയും പറ്റൂല പമ്പേഴ്സിന്. ഇതെന്താ കരുതിയിരിക്കണത്? പേരോട് ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കാൻ വരെ നിങ്ങളെ കൊണ്ട് അതിന് മാത്രം വരെ നിങ്ങളില്ലാന്ന്. പേരോട് ഉസ്താദിൻ്റെ മൂത്രം വരെ ചാടിക്കിടക്കാൻ നിങ്ങളില്ല. അതാ പേരോട് ഉസ്താദ് മുതല. അതൊക്കെ ഒരു മുതലല്ലേ, അതൊക്കെ ഒരു മുതലല്ലേ, അതല്ലേ പറഞ്ഞത്. എൻ്റെ മാതിരി കപടനല്ല. ഒരു സമയത്ത് വേറൊന്ന് പ്രസംഗിക്കുക, അതിന് തെറ്റുമ്പോൾ വേറൊന്ന് പ്രസംഗിക്കുക. ഇതിനായിരുന്ന സമയത്ത് AP ഉസ്താദിനൊക്കെ പറഞ്ഞ പ്രസംഗം ഉണ്ടായിരുന്നു, അത് നോക്കാം, നമുക്ക് അന്ന് കേട്ട് നോക്കാം. ഈ ഹംക്ക് പിന്നെ AP വിഭാഗത്തിലായിരുന്ന സമയത്ത് പ്രസംഗിച്ചിരുന്നുണ്ടായിരുന്നു, അന്ന് നോക്കാണ്. AP ഉസ്താദ് മടവൂർ ശൈഖുനയുമായുള്ള ബന്ധം അവിടുന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത, അവിടുന്ന് ഞാൻ അവരെ വലിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ മടവൂര് CM വലിയുള്ളായി കാന്തപുരം ഉസ്താദിനെ വലിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞേമ പറയട്ടോ, കുഞ്ഞേമ പറയണേ. ഇനി ബാക്കി പറയട്ടെ. ഇനി എന്നെ കാണുന്നതിന് പകരം നിങ്ങൾ ഇവരെ കണ്ടുകൊള്ളുക എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, അവർ അമ്പിയാക്കളിലും ഔലിയാക്കളിലും പെട്ടവരാണ് എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, ഞാൻ കിടക്കുന്ന CM, അവർ നടക്കുന്ന CM. എന്താപ്പ ഇവനൊക്കെ ഈ പറയണത്? അന്ന് അക്കാലഘട്ടത്തിൽ ഇപ്പം കള്ളനാണേ. ഓങ്ങോട്ട് പറയാം, ഓങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് വലിയ ഡയലോഗ് പറയാം. അമ്പിയാക്കന്മാരിൽ പെടുത്തിയിരിക്കണ ആരെ? കാന്തപുരം ഉസ്താദിനെ അമ്പിയാക്കന്മാരിൽ പെടുത്തിയിരിക്കണ്, അതേമാതിരി ഔലിയാക്കന്മാരിലൊക്കെ പെടുത്തിയിരിക്കണ്. ഞാൻ കടക്കണ CM-ഉം മൂപ്പര് നടക്കണ CM-ഉമാണ്. ഇതൊക്കെ മടവൂർ ശൈഖുന പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മടവൂർ ശൈഖുന ഇങ്ങനെ പിന്നെ റസൂലാക്കിക്കണമെന്ന് ഇപ്പം പറഞ്ഞിട്ടില്ല, അല്ലാത്തൊക്കെ പറഞ്ഞു. എന്തൊരു എല്ലാത്തൊരു കാട്ടക്കാല റബ്ബേ. മടവൂരി ശൈഖുന പറഞ്ഞ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അസ്ഹാബുൽ വഖ്തുകളായ ഔലിയാക്കളുടെ രാജാക്കന്മാരായ കുലപതികളായ മശായിഖന്മാരെ ഹളറത്തുകളിൽ ഇന്നും മഹാനരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് പോകുന്നു, ആ ബന്ധം തുടർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടില്ല, ഇങ്ങോട്ട് പറയന്നെ, ലക്കും ലകാനൊന്നുമില്ല, അങ്ങോട്ട് പറയന്നെ. എന്തൊക്കെ പറയുന്നിടത്ത് ഒരു പേടിയും ബേജാറും സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിലോ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിലോ അള്ളാഹുവിലോ ഇസ്ലാം കാര്യത്തിലോ ഈമാൻ കാര്യത്തിലോ ജീവിക്കുന്നതിലോ മരിക്കുന്നതിലോ അതല്ലെങ്കിൽ ആഖിറത്തിലോ ദുനിയാവിലോ ഒരു വിഷയത്തിലും ഒരു പേടിയില്ലാത്തൊരു ജന്തുവാണ് ആര്? ഈ കുഞ്ഞേമ പറഞ്ഞ സാധനം. ഈ കുഞ്ഞേമ പറഞ്ഞ സാധനം ഓന് മേപ്പെട്ട് നോക്കിയ ആകാശം, കീഴ്പോട്ട് നോക്കിയ ഭൂമി, അത്രേ ഉള്ളൂ ഓൻ്റെ കഥ. അതിൻ്റെ ഇടയിൽ ഓന് കുറച്ച് അത്യാവശ്യം തിരക്കടില്ലാത്ത ശബ്ദം ഉണ്ടായതുകൊണ്ട് മയക്കം കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഗണപതിനെയും ഓനെന്ത് ചെയ്യും? ആലിമീങ്ങളിൽ പെടുത്തും.
ആ ആലിമീങ്ങളിൽപ്പെട്ട ഏത് മശായിഖിനെയും ഓനെന്ത് ചെയ്യും? ഏറ്റവും തരം താഴ്ന്നതിലേക്കും പെടുത്താൻ ഓനെ കൊണ്ട് കഴിയും. അതാണ് ഇവൻ്റെ വാക്കുകൾ. നിങ്ങൾ നോക്കി, ഇവൻ ഈ ആദ്യ പ്രസംഗിച്ചു കാന്തപുരം ഉസ്താദിനെ ഓന് ഭയങ്കര സംഭവമാക്കിയാണ്ട് പറഞ്ഞ അന്ന് അക്കാലഘട്ടത്തിലെ പ്രവർത്തകർ പറയും, എന്തിനാണ് ഇവൻ ഈ കോലത്തിലൊക്കെ പറയുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത്? ആർക്കും ഇഷ്ടമല്ല, ഉസ്താദിനും ഇഷ്ടമല്ല, ഉസ്താദിൻ്റെ ശിഷ്യന്മാർക്കും ഉസ്താദിൻ്റെ അനുയായികൾക്കൊന്നും. ഉള്ളത് പറയണം. ഉള്ളതിൻ്റെ അപ്പുറത്തുണ്ടല്ലോ വേറെ കൂട്ടിക്കുവച്ച് കാണും. എന്തിനാ അതിൻ്റെ ആവശ്യം? കൂട്ടി പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എ പി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അലം നശ്റഹിലക സ്വദ്റക് എന്ന് പറഞ്ഞതുപോലെ അല്ല, അങ്ങനെയാണല്ലോ ഈ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹ് ഉയർത്തിയ ഒരാളെ പൊന്നാര കുഞ്ഞേമതേ, പൊന്നാര പമ്പേസെ, പൊന്നാര നൗസോ, ഗ്ലോബൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു ഉയർത്തിയതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും എ പി ഉസ്താദിൻ്റെ പ്രധാന ആളുകളെയും. അതല്ലെങ്കിൽ എ പി ഉസ്താദിനെ തന്നെ കൂട്ടിക്കൊള്ളി. എ പി ഉസ്താദിനെ, ഈ എ പി ഉസ്താദിനെ അള്ളാഹു ഉയർത്തിയ ഒരാളെ നിങ്ങൾ താഴ്ത്താൻ നോക്കണ്ട. നിങ്ങൾ ഉയർത്തിയ ആളെ ജനങ്ങൾ